നരകഭയം മൂലം ഞാൻ നിന്നെ ആരാധിച്ചാൽ എന്നെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കണേ. പറുദീസയാകുന്ന സ്വർഗം മോഹിച്ചാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ എന്നെ പറുദീസക്ക് പുറത്തു നിർത്തുക. എന്നാൽ ഞാൻ നിന്നെ നീയായി അറിഞ്ഞ് സ്നേഹിച്ചാൽ നിന്റെ നിത്യസൗന്ദര്യം എനിക്ക് നിരസിക്കാതിരിക്കുക. 8-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ സൂഫി വനിതയായിരുന്ന റാബിഅ അൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ വാക്കുകളാണിത്. ക്രിസ്താബ്ദം 717 ഇറാഖിലെ ബസ്വറയിലായിരുന്നു മഹദിയുടെ ജനനം. ബസ്വറയിൽ ജനിച്ചതിനാൽ റാബിഅത്തുൽ ബസ്വരി എന്നും ഇവർക്ക് പേരുണ്ട്. മാതാപിതാക്കളുടെ 4 മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു മഹദി. ഇതിനാലാണ് റാബിഅ 4ാമത്തവൾ എന്ന് അർത്ഥം വരുന്ന പേരു നൽകിയത്. ജനന സമയത്തു തന്നെ ഏറെ മഹത്വം നിറഞ്ഞവരായിരുന്നു ഇവർ. ജനന സമയത്ത് വിളക്കിലൊഴിക്കാൻ എണ്ണയില്ലാത്ത വിധം ദരിദ്രമായിരുന്നു അവരുടെ കുടുംബം. ദൈവത്തോടല്ലാതെ സഹായം ചോദിക്കില്ലെന്ന് ശപഥം ചെയ്ത മഹദിയുടെ പിതാവ് അയൽപ്പക്കത്തു നിന്നും എണ്ണ വാങ്ങി വരാൻ വിമുഖത കാണിക്കുകയാണ്. എങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അയൽപ്പക്കത്ത് ചെന്ന് ഒന്നും ചോദിക്കാതെ വെറും കൈയോടെ തിരിച്ചു വന്നു. ആ രാത്രിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റാബിഅ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന് ജനിച്ച കുട്ടി ദൈവത്തിന് പ്രിയപ്പെട്ടവളും അനേകർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവളുമാണെന്നുള്ള സന്തോഷ വാർത്ത പ്രവാചകൻ റാബിഅ റളിയല്ലാഹു അൻഹയുടെ പിതാവിനെ അറിയിക്കുകയാണ്. നരകഭയത്തിന്റെയും സ്വർഗമോഹത്തിന്റെയും പ്രേരണ മൂലമല്ലാതെയുള്ള ആത്മാർത്ഥ്യവും നിസ്വാർത്ഥവും നിറഞ്ഞ ദൈവസ്നേഹമായിരുന്നു മഹദിയുടെ ചിന്തകൾക്ക് മാറ്റം കൂട്ടിയത്. ദൈവപ്രേമത്തെക്കുറിച്ചുള്ള റാബിഅ റളിയല്ലാഹു അൻഹയുടെ ചിന്തകൾ വ്യക്തമാക്കുന്ന കഥകൾ ഏറെ പ്രസിദ്ധമാണ്. ഒരിക്കൽ കയ്യിലൊരു തൊട്ടി വെള്ളവും മറുകൈയിൽ തീപ്പന്തവും പിടിച്ച് അവർ ബസ്വറയിലെ തെരുവിലൂടെ ഓടുന്നത് കണ്ട് ആളുകൾ ചോദിച്ചു, എന്താണ് റാബിഅ നിങ്ങൾ ഈ തിരയുന്നത്? മറുപടി കേട്ട് ജനങ്ങൾ അന്താളിച്ചു, എനിക്ക് സ്വർഗത്തിന് തീ വെക്കണം, നരകത്തെ വെള്ളത്തിൽ മുക്കുകയും വേണം. ദൈവത്തിലേക്കുള്ള വഴിയിൽ അവ രണ്ടും വിലക്കുകളാണ്. ശിക്ഷ ഭയന്നോ സമ്മാനം മോഹിച്ചോ ഉള്ള ദൈവാരാധന ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവസ്നേഹത്തെ പ്രതീക്ഷിച്ചുള്ള പ്രാർത്ഥനയാണ് എനിക്കിഷ്ടം. ദൈവപ്രേമവും ദൈവതൃഷ്ണയും എത്രത്തോളം റാബിഅ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ജ്വലിച്ചു നിന്നിരുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അക്കാലത്തെ ജനങ്ങൾ മഹദിയെ കണക്കാക്കിയിരുന്നത് കറയില്ലാത്ത 2ാം മറിയമായിട്ടായിരുന്നു. അത്രയധികം ജീവിതത്തിലും ഹൃദയത്തിനും ശുദ്ധി വരുത്താനും അതിൽ സൂക്ഷ്മത പുലർത്താനും മഹദി അവറുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവിതകാലമത്രയും നിസ്വാർത്ഥമായ ദൈവസ്നേഹത്തിലും ആത്മപരിത്യാഗത്തിലും കഴിഞ്ഞ തപസ്വിനിയായിരുന്നു റാബിഅ റളിയല്ലാഹു അൻഹ. സ്വന്തമെന്നു പറയാൻ പൊട്ടിയ ഒരു മൺപാത്രവും പരുക്കൻ പായയും ഒരിഷ്ടികയുമാണ് അവർക്കുണ്ടായിരുന്നത്. രാത്രി മുഴുവൻ അവർ പ്രാർത്ഥനയിലും ഇബാദത്തിലുമായി കഴിച്ചുകൂട്ടി. ഉറങ്ങുക എന്നത് അവർക്ക് വിഷമമുള്ള കാര്യമായിരുന്നു. പിതാവിന്റെ ജീവിതകാലത്ത് മഹദി സ്വതന്ത്രയായിരുന്നുവെങ്കിലും പിന്നീട് അടിമയാകേണ്ട ഗതി വന്നിട്ടുണ്ട്. പിതാവിന്റെ മരണശേഷം ബസ്വറയിൽ വലിയ ക്ഷാമമുണ്ടായി. സഹോദരിമാരിൽ നിന്നും വേർപെട്ട മഹദി ഒരു സാർത്ഥവാഹക സംഘത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് വൈമധ്യേ കൊള്ളസംഘം അവരെ പിടികൂടുകയും കൊള്ളത്തലവൻ റാബിഅ റളിയല്ലാഹു അൻഹയെ തന്റെ അടിമയാക്കുകയും ചെയ്തു. ശേഷം ചന്തയിൽ ചെന്ന് കർക്കശക്കാരനായ ഒരു യജമാനന് വിറ്റു. പകൽ അടിമത്വത്തിലെ കഠിനാധ്വാനത്തിന് ശേഷം രാത്രി പ്രാർത്ഥിക്കുന്നതും സജീവമാക്കുന്നതും മഹദിക്ക് പതിവായി മാറി. ഒരിക്കൽ അർദ്ധരാത്രി ഉണർന്ന യജമാനൻ മഹദിയുടെ പ്രാർത്ഥന കേൾക്കാനിടയായി. എന്റെ കണ്ണുകളുടെ ആനന്ദമാകുന്ന പ്രഭു, അങ്ങയെ ഹൃദയപൂർവം സേവിക്കാനും കൽപ്പനകൾ പാലിക്കുവാനും ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. സ്വതന്ത്രയായിരുന്നെങ്കിൽ ഞാൻ രാപ്പകൽ ഭേദമന്യേ അങ്ങേക്ക് വേണ്ടി ചിലവഴിക്കുമായിരുന്നു. എന്നാൽ
എന്നെ നീ നിന്റെ അടിമയുടെ അടിമയാക്കി വെച്ചിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് കേട്ടതും അദ്ദേഹം അന്താളിച്ചു. ഇത്രയേറെ വിശുദ്ധയായി കഴിയുന്ന ഒരാളെ അടിമയായി വെച്ചുകൊണ്ടിരിക്കുന്നത് ദൈവനിന്ദയാകുമെന്ന് ഭയന്ന് അടുത്ത പ്രഭാതത്തിൽ തന്നെ റാബിഅ റളിയല്ലാഹു അൻഹക്ക് യജമാനൻ അടിമത്ത മോചനം നൽകുകയാണ്. യജമാനൻ പറഞ്ഞു, അധികാരങ്ങളോടെ നിങ്ങൾക്ക് ഇവിടെ കഴിയാനും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എങ്ങോട്ടെങ്കിലും ചെന്ന് ഏകാന്തതയിൽ മുഴുകാനായിരുന്നു മഹദി ഇഷ്ടപ്പെട്ടത്. ദിവ്യ പ്രണയം കൊണ്ട് ലോകത്ത് പ്രഭചൊരിഞ്ഞ മഹദിയുടെ ചരിത്രം പലരും പഠനാർഹമാക്കുകയും ഗ്രന്ഥങ്ങൾ രചിച്ച് ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ പശ്ചാത്തലത്തിൽ നിന്ന് മഹദിയെക്കുറിച്ചും പഠനം നടത്തിയവർ ഇസ്ലാമിന്റെ മീര എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചത്. മുസ്ലിം സെയിന്റ് തെരേസ എന്ന ആദരനാമവും മഹദിയുടെ മഹത്വത്തിന് നൽകപ്പെട്ടതാണ്. ഇത് പാശ്ചാത്യ ചരിത്രകാരന്മാരുടെ സംഭാവനയായിരുന്നു. ലോകത്തിന്റെ സർവ്വമേഖലയിലും വിപ്ലവം വരിച്ച റാബിഅ റളിയല്ലാഹു അൻഹ എന്ന ദിവ്യാനുരാഗത്തിന്റെ പക്ഷിയെക്കുറിച്ച് പഠിക്കാനും അവരുടെ ദിവ്യാനുരാഗ വഴികൾ മനസ്സിലാക്കാനും നമുക്ക് സാധ്യമാകട്ടെ. ക്രിസ്താബ്ദം 801 മഹദി അവറുകൾ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹു തആല ആ മഹദിയോടൊപ്പം നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.